നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടൻ വന്നില്ലേ? ഞങ്ങള് തനിച്ചാ വന്നത്. ശ്യാമൻ സത്യനൊക്കെ പോയി കാണുമല്ലേ? അതെ ഏട്ടത്തി, അവര് രാവിലെ പോയി. ഏട്ടത്തിന് മുതൽ ഇവിടെ തന്നെ കാണില്ലേ? പിന്നെ ഞാൻ കുറച്ചു ദിവസം ചീരുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയതല്ലേ. ഇനിയിപ്പോ ഞാൻ എങ്ങും പോയില്ല. ചീരും കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അതെ. ദാ വരുന്നു മോളെ. ഞാനേ മോൾക്ക് പാലെടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എടുത്തിട്ട് വരാവേ. വിച്ചുട്ടാ, ഷൂസ് ഊരിയിട്ട് വേണ്ട ബെഡിൽ കയറാൻ. നീ മോനെ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. ചേച്ചി ചായ. ഇത്രയും വേഗം ചായ എടുത്തോ? വിച്ചുമോനെ, പാല് വേണ്ടടാ. പിന്നെ എന്തൊക്കെയാ പ്രതിഭ ഇവിടുത്തെ വിശേഷങ്ങള്? അമ്മ നിങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചു തുടങ്ങിയോ? അമ്മ സഹകരിക്കാനൊക്കെ തയ്യാറാ, പക്ഷെ അടുക്കാത്തത് ഞങ്ങളാ. അതെന്താ? അമ്മയെ അവഗണിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അതെ. സത്യേട്ടൻ അമ്മയുടെ മുമ്പിൽ ഒരു ഡിമാൻഡ് വച്ചിരുന്നു. അത് അംഗീകരിക്കാതെ അമ്മയായിട്ട് ഒരു കാര്യത്തിൽ സഹകരിക്കേണ്ടെന്നാ തീരുമാനം. പക്ഷേ അമ്മ ഓരോ കാര്യങ്ങള് സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനതങ്ങനെ കൂടുതൽ മൈൻഡ് ചെയ്യാറില്ല. സോന പതുക്കെ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ പെറ്റമ്മയല്ലേ. പക്ഷേ സത്യേട്ടനും ശ്യാമും ഒക്കെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അല്ല, സത്യന് എന്ത് ഡിമാൻഡ് അമ്മയ്ക്ക് മുന്നിൽ വെച്ചേ? അത് പിന്നെ ഇന്ദ്രേട്ടനെ ഏട്ടത്തെയും അമ്മ തിരിച്ചു വിളിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യം. അമ്മ എന്തിനാ ഇന്ദ്രേട്ടനെ എന്നെയും തിരിച്ചു വിളിക്കുന്നത്? അമ്മയുമായി ഒത്തുപോകാൻ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ട് ഇന്ദ്രേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ? അല്ല ചേച്ചി, ഇന്ദ്രേട്ടൻ ഇവിടുന്ന് പോവാൻ കാരണം അമ്മയാ. ആദ്യമൊന്നും ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഇന്ദ്രേട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ദിവസമാ ഞങ്ങളത് അറിഞ്ഞ്. ഇപ്പോഴും എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നീ ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരണോ ഇന്ദ്ര? എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടാവരുത്, ഒരേ ഒരാൾ. അനുപമ. അമ്മയുള്ള ഈ വീട്ടില് അനുവും ഞാനും ഇനിയും ഒരുമിച്ച് ജീവിക്കില്ല. അതെന്റെ തീരുമാനം. ഇനിയും ഞാൻ അമ്മയെ വിശ്വസിച്ച് എന്റെ കുടുംബത്തെ ഇവിടെ നിർത്തണോ? എന്റെ കുടുംബത്തെ വേണ്ടാത്ത അമ്മയെ ഞാൻ ഇനിയും സംരക്ഷിക്കണോ? അപ്പൊ അതാണ് കാര്യം. ഇന്ദ്രേട്ടനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് ഇവിടെ കൂടുതൽ സൗകര്യം ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ദ്രേട്ടൻ മാറിക്കൊടുത്തതാണ്. അല്ല ചേച്ചി, അമ്മ കാരണം ചേച്ചിയും മോനും കഷ്ടപ്പെടരുതെന്ന് കരുതിയാ ഇന്ദ്രേട്ടൻ ഒഴിഞ്ഞു കൊടുത്തത്. അമ്മയെ പേടിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയും. ഇനിയും ഞങ്ങൾ അമ്മയെ പേടിച്ച് ജീവിക്കില്ലെന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയാ ഞങ്ങളെല്ലാവരും ഇന്ദ്രേട്ടനെ ഏട്ടത്തെയും തിരിച്ചു വിളിച്ചാലേ അമ്മയായിട്ട് സഹകരിക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചത്. എന്നിട്ടും അമ്മ അതിന് വഴങ്ങിയില്ലല്ലോ അല്ലേ? സാരമില്ല, അമ്മ വിളിക്കാതെ തന്നെ ഇന്ദ്രേട്ടൻ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നില്ലേ? പ്രതിഭേ, ഞാനെന്തായാലും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് തന്നെയാ വന്ന്. തോറ്റുകൊടുക്കാൻ എന്തായാലും തയ്യാറല്ല. ചേച്ചിയെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ അംഗം കുറിച്ചു പ്രതിഭ.
ഇനി പടക്കളത്തിൽ കാണാന്ന് പറഞ്ഞു. ഞാനും ഒന്ന് കച്ചകെട്ടി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക പ്രതിഭ. രഘുവേട്ടൻ ഇവിടെ ഉള്ളത് അച്ഛന് സൗകര്യായി. അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ പോകും? അമ്മാവന്റെ സഹായത്തിന് ഞാനല്ലാതെ വേറെ ആരും ഓടിത്തുന്നത്. പണ്ട് മുതൽ അത് അങ്ങനെ തന്നെയല്ലേ. അപ്പോ അച്ഛൻ വിളിച്ചിട്ടാണോ രഘുവേട്ടൻ തിരിച്ചു വന്നത്? അമ്മാവൻ വിളിച്ചില്ലെങ്കിലും അമ്മാവന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് ചുമ്മാ. രഘുവേട്ടൻ വേറെന്തോ കാര്യം ഉണ്ടായിട്ട് വന്നതാ. ആ അവസരം അച്ഛൻ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. അല്ല രഘുവേട്ട, രഘുവേട്ടൻ ഇവിടെ വന്ന് നിന്ന കമ്പനിയിലെ കാര്യങ്ങൾ ആര് നോക്കും? ദാസങ്ങളെ ഏൽപ്പിച്ചിട്ടാ വന്നേ. ആ, പിന്നെ മാനേജറും സ്റ്റാഫും ഒക്കെ ഉണ്ടല്ലോ. കുറച്ചു ദിവസം അവരെല്ലാരും കൂടി നോക്കട്ടെ. അല്ല, എപ്പോഴും കമ്പനിയും ബിസിനസ്സുമായിട്ടൊക്കെ നടന്നാൽ മതിയോ? കുടുംബം കൂടി നോക്കണ്ടേ? രഘുവേട്ടൻ ഇത് അമ്പളി ചേച്ചി കേൾക്കാൻ കൂടി പറയുന്നത് പോലെ ഉണ്ടല്ലോ. രഘുവേട്ടൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അമ്പളി ചേച്ചിക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഡി, നീ കിന്നേരം പറഞ്ഞിട്ട് സമയം കളയാതെ അത് വേഗം ഒന്ന് കട്ട് ചെയ്തിങ്ങ് തരാവോ? എനിക്ക് വേറെയും കുറെ ജോലികളുണ്ട്. കട്ട് ചെയ്തോണ്ടിരിക്കല്ലേ ചേച്ചി? സംസാരിക്കുന്നത് കത്തി കൊണ്ടല്ലോ, നാവ് കൊണ്ടല്ലേ? ആ, പക്ഷെ നിന്റെ സംസാരം നല്ല കത്തിയതേ. എടി, നീ എന്തിനിപ്പോ മുറിന്ന് ഇറങ്ങി വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ പോരെ? മുറിയിൽ തന്നെ ഇരുന്ന് മടുത്തു ചേച്ചി. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടിക്കോട്ടെ. ആ, അതൊക്കെ മോന്റെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് മതി. അതുവരെ നീ മുറി കഴിഞ്ഞാ മതി. അതാണ് നാട്ടു നടപ്പ്. ജാമ്പവന്റെ കാലത്തെ നാട്ടു നടപ്പ. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ ചേച്ചി? ആ, ഉള്ളിടത്തുണ്ട്, ഇല്ലാത്തടത്തൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിച്ചാ മതി. ഞാൻ പോവുക ചേച്ചി. കുറച്ച് സ്നഗ്ഗി കൂടി വാങ്ങിക്കണം, അത് പറയാനും കൂടെ വന്നതാ. ഞാൻ വാങ്ങിച്ചിട്ട് വരാൻ ചെയ്തു. വേറെ എന്തെങ്കിലും വേണം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ. സ്നഗ്ഗി അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നീ അച്ഛന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അച്ഛൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. അമ്മാവൻ ഇന്നെന്തായാലും വരില്ല. ചിലപ്പോ നാളെയും കഴിഞ്ഞേ വരൂ. നീ